പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 17 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അല്പസമയം കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം 43:4, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക് ചെല്ലും. ആമേൻ. പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഈ നല്ല പ്രഭാതം കർത്താവ് തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. ആമേൻ. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യണം. ഇന്ന് മാനസികമായി ഭയങ്കര ഭാരപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് വിചാരപ്പെട്ട് തളർന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ കാണുന്ന പകലായി മാറട്ടെ. മതി കർത്താവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിരുന്ന ഏലിയാവിനെ പോലെ മനസ്സും മടുത്ത് തളർന്ന്, ആമേൻ, ഇനി എന്നെക്കൊണ്ട് മുന്നോട്ട് ഓടാൻ പറ്റത്തില്ല, കർത്താവെ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ചിലർ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ദൈവിക ഊർജം പ്രാപിക്കട്ടെ, ദൈവിക ശക്തി പ്രാപിക്കട്ടെ. വീണ്ടും കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ അവർ ഈ പ്രഭാതത്തിൽ ചിറകടിച്ചുയരട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ കർത്താവെ, ഞങ്ങൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് ദുരിതമനുഭവിക്കുന്നു, വേദനകൾ സഹിച്ച് നിൽക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലത്തെ ബന്ധിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ, അവരുടെ ജീവിതത്തിൽ ദൈവിക സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. കർത്താവെ, അതുപോലെ ആമേൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടട്ടെ. ബിസിനസ്സിൽ മുന്നേറുവാൻ കഴിയാതെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. ലോകത്തെമ്പാടും നടക്കുന്ന കർത്താവിൻ്റെ വേലയെ അനുഗ്രഹിക്കണം. പ്രത്യേക അങ്ങയുടെ അഭിഷക്ത ദാസന്മാരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടട്ടെ. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവെ ഗുഡ് ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഓർക്കുമ്പോൾ കർത്താവ് ലോകവ്യാപകമായി അതിനകത്തൊരു ഗ്ലോറി വ്യാപരിക്കണം. എവിടെയൊക്കെ സർവീസുകൾ നടക്കുന്നു അവിടെ എല്ലാം ദൈവിക ഗ്ലോറി വ്യാപരിക്കട്ടെ. യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആ മർമ്മം മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ നമുക്ക് ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ മോർണിംഗ് മെസ്സേജ് ആരംഭിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അതിന് യോഹന്നാൻ പറയുന്നു, ഇവൻ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവനെ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുക, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആ യേശുവിലേക്കൊന്ന് നോക്കിക്കേ.
യോഹന്നാൻ ആത്മാവിൽ യേശുവിനെ കാണുകയാണ്. എല്ലാവരും യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ആരുടെയും കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തൊരു കണ്ണ് യോഹന്നാനുണ്ട്. യോഹന്നാൻ കാണുന്നത് അതാണ് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുക എന്ന് പറയും. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. യേശുവിനെ കാണുമ്പോൾ യോഹന്നാൻ കാണുന്നു ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പഴയ നിയമത്തിൽ പലതരം യാഗങ്ങളുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് ആദ്യത്തെ യാഗം കാണാൻ കഴിയുന്നു. അവിടെ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്നും ദൈവജനം പുറത്തു വരുന്നതിന് മുമ്പ് പെസഹ കുഞ്ഞാണ് അറക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ലേവ്യ പുസ്തകത്തിൽ പാപപരിഹാരമായ യാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പലതരത്തിലുള്ള യാഗങ്ങൾ കാണുന്നു. എന്നാൽ എല്ലാ യാഗങ്ങൾക്കും അവസാനമായി ഒരു പെർഫെക്റ്റായ യാഗം നടക്കുകയാണ് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ യാഗം നടക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി യാഗം കൊണ്ടുവരുമ്പോൾ ആടിനെ കൊണ്ടുവന്നിട്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരും. മഹാപുരോഹിതൻ ആടിനെയാണ് എക്സാമിൻ ചെയ്യുന്നത്, ആടിനെയാണ് പരിശോധിക്കുന്നത്. ആടിന് എന്തെങ്കിലും ഊനമുണ്ടോ, കുറവുണ്ടോ, ബലഹീനതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആടിന് ബലഹീനതകളൊന്നും ഇല്ല എങ്കിൽ അവൻ ആടിൻ്റെ തലയിൽ കൈവച്ച് ആര് ആടിനെ കൊണ്ട് വന്നോ ആ വന്ന ആളിൻ്റെ പാപത്തെ ആടിൻ്റെ മേലേക്ക് കൈമാറുന്നു. എന്നിട്ട് ആടാണ് യാഗമാകുന്നത്. എന്നാൽ ഈ പാപം ചെയ്ത മനുഷ്യൻ പൂർണ്ണ നീതീകരണം പ്രാപിച്ച് പാപക്ഷമ പ്രാപിച്ച് മടങ്ങിപ്പോവുകയാണ്. ഇന്ന് വേദപുസ്തകത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതായത് എൻ്റെയും നിങ്ങളുടെയും പാപം യേശുവിൻ്റെ മേലായി. ഇന്ന് പിതാവ് പഴയ നിയമത്തിൽ പുരോഹിതൻ നോക്കിയത് ആടിനെയാണ്. ഇന്ന് പിതാവ് എന്നെയോ അല്ല നിങ്ങളെയോ അല്ല നോക്കുന്നത്, യേശുവിനെയാണ് നോക്കുന്നത്. ഇന്ന് നമ്മളും നോക്കേണ്ടത് യേശുവിലേക്ക് മാത്രമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ കുറവുകൾ കാണും, കുറ്റങ്ങൾ കാണും, ബലഹീനതകൾ കാണും. യേശുവിലേക്ക് നോക്കുക. യേശു എന്ന യാഗമൃഗം നമുക്ക് വേണ്ടി യാഗമൃഗമായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് യാഗമായ യേശുവിലേക്ക് നോക്കുക. ആ യേശു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പൂർണ്ണ നീതീകരണം ലഭിച്ചു, പൂർണ്ണ വിശുദ്ധീകരണം ലഭിച്ചു, നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ ലഭിച്ചു. അതുമാത്രമല്ല, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പ് നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നമ്മുടെ പേരിലല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കുക, നമ്മളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കുക. യേശുവാണ് നമ്മുടെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ പുരോഹിതൻ നോക്കിയത് പഴയ നിയമത്തിൽ കൊണ്ടുവന്ന ആടിനെയാണ് എക്സാമിൻ ചെയ്തത്. അതുപോലെ യേശു നമുക്ക് വേണ്ടി പൂർണ്ണമായി 33 തിരുവയസ്സിൽ ഭൂമിയിൽ ജീവിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചു, നീതിയിൽ ജീവിച്ചു. യേശുവിനെ പല കോടതികൾ വിസ്തരിച്ചു. അവനിൽ കുറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവൻ നീതിമാൻ എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് അവനെ ക്രൂശീകരിക്കുന്നത്. പീലാത്തോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. കോടതികൾക്കൊന്നും അവനിൽ കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറ്റമില്ലാത്ത നിഷ്കളങ്കമായ കുഞ്ഞാടായി യേശു നമുക്ക് വേണ്ടി യാഗമായി, നമ്മുടെ യാഗമൃഗമായി മാറി. ഇന്ന് എൻ്റെയും നിങ്ങളുടെ പാപം അവൻ്റെ മേൽ വെച്ചു നമ്മളെ സ്വതന്ത്രരാക്കി പാപത്തിൽ